നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവത്സരം തുടങ്ങിയതേ ഉള്ളൂ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ആയതിനാൽ തന്നെ ഏതൊരാളും വളരെ താല്പര്യത്തോടെ അറിയാൻ കൊതിക്കുന്ന വിവരമാണ് സ്വർണ്ണവില. ഇടയ്ക്കിടെ കൂടിയും കുറഞ്ഞുമുള്ള സ്വർണ്ണവില ഇപ്പോൾ 40,000 പിന്നിട്ട് കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓർണമെന്റായും ആസ്തിയായും വാങ്ങി സൂക്ഷിക്കുന്ന സ്വർണ്ണമില്ലാതെ മലയാളികൾക്ക് ആഘോഷങ്ങളില്ല എന്ന് തന്നെ പറയാം. ഇനിയുള്ള കാലം ഓർണമെന്റ്സ് എന്നതിൽ കവിഞ്ഞ് ആസ്തിയായി സൂക്ഷിക്കുന്ന വസ്തുവായി സ്വർണം മാറിയേക്കുമെന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. ഇപ്പോഴിതാ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തി പോലും അളക്കുന്നതിന്റെ ഒരു ഘടകം ആ രാജ്യത്തിന് എത്രമാത്രം സ്വർണം കൈവശമുണ്ട് എന്ന് കണക്കാക്കിയാണ്. ഈ ഘട്ടത്തിലാണ് സ്വർണ്ണവില കുത്തനെ ഉയരുന്ന വാർത്തകളും പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് 41,000 അടുക്കുകയാണ് സ്വർണം. എന്നാൽ കേരളത്തിലേക്കാൾ വില കുറവാണ് ഗൾഫിൽ. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കടത്തും ദിനം പ്രതി ഏറി വരുന്നത്. ഇപ്പോഴിതാ 2023 സ്വർണം 10 ഗ്രാമിന് 60,000 എത്തുമെന്നാണ് അടുത്തിടെ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ വിലയിരുത്തൽ. ഇതിന്റെ പ്രകടമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണുന്നത്. ജനുവരി 1 മുതൽ സ്വർണ്ണവില തുടർച്ചയായി ഉയരുകയാണ്. ചൊവ്വാഴ്ച ഒറ്റയടിക്ക് 400 രൂപ കൂടി. ഇന്ന് 120 രൂപയും. വരും ദിവസങ്ങളും വില ഉയരുമെന്നാണ് പ്രവചനങ്ങൾ. അതോടൊപ്പം തന്നെ ജനുവരി 1 കേരളത്തിൽ സ്വർണം പവന് 40,480 രൂപയായിരുന്നു വില. തൊട്ടടുത്ത ദിവസം നേരിയ കുറവ് വന്നു. എന്നാൽ ഇന്നലെ 400 രൂപ ഒറ്റയടിക്ക് വർദ്ധിച്ചു. ഇന്നും വില കൂടി. ഇതോടെ കേരളത്തിൽ 1 ഗ്രാം സ്വർണത്തിന് 5,110 രൂപയും 1 പവൻ സ്വർണത്തിന് 40,880 രൂപയുമായി. ഇനി 120 രൂപ കൂടി ഉയർന്നാൽ 1 പവൻ സ്വർണത്തിന് വില 41,000 ആകും. കൂടാതെ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണ് ബുധനാഴ്ചത്തേത്. രാജ്യാന്തര വിപണിയിലെ മാറ്റമാണ് കേരളത്തിലും സ്വർണ്ണവില ഉയരാൻ കാരണം. ഡോളറിനേക്കാൾ സ്വർണത്തിന് ആവശ്യക്കാർ ഏറി വരികയാണ്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്കയാണ് സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമെന്നത്. ആഗോള സാമ്പത്തിക രംഗം വരും മാസങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് പ്രവചനങ്ങൾ. ഒട്ടേറെ വൻകിട കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിട്ടതും ശമ്പളം കുറച്ചതുമെല്ലാം ഈ ആശങ്ക ഇരട്ടിയാകാൻ കാരണമായി. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയ്ക്ക് വകയില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വർണത്തിന്റെ കാര്യത്തിലും ഗൾഫിൽ ആശ്വാസമാണ്. ദുബായിൽ 24 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 5,045 രൂപയാണ്. 1 പവന് 40,360 രൂപയും. ശുദ്ധമായ സ്വർണം ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ സ്വർണം വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല, ഗോൾഡ് കോയിൻ വാങ്ങുന്ന പ്രവാസികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണെന്ന് ദുബായിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ രൂപയുടെ മൂല്യം ഇടിയുന്നതും സ്വർണ്ണവില ഉയർന്നു നിൽക്കാൻ ഒരു കാരണമാണ്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപ 82.89 എന്ന നിരക്കിലാണ്. രൂപ അതിവേഗം തിരിച്ചു വരില്ല എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിലുള്ളവർക്ക് പല പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെങ്കിലും ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. ഈ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഇരട്ട നേട്ടമാണ് എന്ന് തന്നെ പറയാം. അതേസമയം രൂപയുടെ മൂല്യം ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ പ്രവാസികളുടെ അധ്വാനത്തിന് മൂല്യം കൂടും. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണ്ണവില കേരളത്തിലേതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവുമാണ്. എന്നാൽ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സ്വർണത്തിന് പരിധിയുണ്ട്. പരിധി കടന്നാൽ നികുതി അടച്ച ശേഷം കൊണ്ടുവരുന്നതിന് തടസ്സവുമില്ല. നികുതി വെട്ടിച്ച് നാട്ടിലേക്ക് സ്വർണം എത്തിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടി വീഴുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.